സോഷ്യൽ സ്റ്റഡീസാണ് ഇന്നത്തെ എക്സാം. കൊടിയത്തൂർ PTM ഹൈസ്കൂളിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്ന് SSLCയുടെ അവസാന പരീക്ഷയാണ്. 5 മിനിറ്റ് കൂടി മാത്രമേ ഇനി പരീക്ഷ അവസാനിക്കാനുള്ളൂ. കുട്ടികൾ ഏതൊക്കെ രീതിയിലാണ് പരീക്ഷയെ സമീപിച്ചതെന്നും അവർക്ക് എന്താണ് പരീക്ഷയ്ക്ക് ശേഷം പറയാനുള്ളതെന്നും നമുക്ക് ചോദിച്ചറിയാം. കുട്ടികൾ ഉണ്ട് എന്നുള്ളത് എപ്പോഴാണ് അറിഞ്ഞത്? ഞങ്ങളിവിടെ വന്ന് ഞങ്ങളെ വിളിച്ചപ്പോഴാണ് അറിയണേ. അതല്ല, ഇന്നത്തെ അല്ല, നിങ്ങൾ 8ാം ക്ലാസ്സിൽ വരുമ്പോഴേ നിങ്ങൾ ഇത്രയും നേരത്തെ കുട്ടികളുണ്ടെന്ന് അറിയില്ല? ഇല്ല 10ാം ക്ലാസ്സിലായപ്പോഴാണ് അറിയണേ. 10ാം ക്ലാസ്സിലായപ്പോൾ അറിഞ്ഞത്? പരീക്ഷയ്ക്ക് വന്ന് രാവിലെ ഇവിടെ എല്ലാവരും വന്നപ്പോഴാണ്. അതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിട്ടില്ല? അത് 3 വർഷം പഠിക്കുന്ന സമയത്ത് ഇരട്ട കുട്ടികൾ അറിയില്ല നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? എക്സാമിന് ഒരു 1-2 ആഴ്ച മുമ്പ് തന്നെ ടീം വന്ന് മീഡിയാസ് വന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എല്ലാവരും അറിഞ്ഞു. എക്സാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ അടുത്ത 2 മാസം നിങ്ങൾക്ക് വെക്കേഷനാണ്. എന്തൊക്കെ പ്രിപ്പറേഷനാണ് ചെയ്യാൻ പോകുന്നത്? ഗൾഫിൽ പോകും, പിന്നെ അവിടെ നമുക്ക് വേണ്ടിയുള്ള +1 +2 റെഡി ആവുക, അതാണ് മെയിൻലി ഗോൾ. ഇനി മെയിൻ ഫ്യൂച്ചറിലേക്കുള്ള എപ്പോഴും സെറ്റാക്കുക. ഫുൾ A+ കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ എല്ലാ എക്സാം കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷ ഉണ്ട്. എന്താണ് അടുത്തത്? സയൻസ് ഗ്രൂപ്പാണോ? സയൻസിലേക്ക് പോകാനാണ്. എല്ലാവരും സയൻസ് ആണോ? സയൻസ്. ഈ വെക്കേഷൻ എന്താ ചെയ്യാൻ പോകുന്നത്? പ്രിപ്പയർ ചെയ്യണം അടുത്ത ഹയർ സെക്കൻഡറിക്ക് വേണ്ടി. പിന്നെ കുറച്ചൊക്കെ അടിച്ചു പഠിക്കണം. ഈ ഒരു വർഷം സ്ട്രഗിൾ ചെയ്തതല്ലേ. PTM സ്കൂളിലേക്ക് വരുന്ന സമയത്ത് പ്രതീക്ഷ ഉണ്ടായിരുന്നു SSLCയിൽ ഫുൾ A+ കിട്ടും, നല്ല സ്കൂളാണെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് നിങ്ങൾക്ക് അധ്യാപകർ വേണ്ടി ഒരുക്കിയിട്ടുള്ളത്? നല്ല സ്ട്രഗിൾ ചെയ്തിരുന്നു അവർ. ഞങ്ങൾക്ക് ഓരോ നൈറ്റ് ക്ലാസ്സൊക്കെ വെച്ചിട്ട് ഒരു പറ്റുന്ന രീതിയിൽ സ്ട്രഗിൾ ചെയ്തിരുന്നത്. അതിൽ നിന്നാണ് നമുക്കൊരു A+ വാങ്ങണമെന്ന് തോന്നുക. ഓരോ സ്ട്രഗിൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് വേണ്ടി ഇത്രയും ചെയ്തു തരല്ലേ. അപ്പം അങ്ങനെ ഒരു നല്ല PTMൻ്റെ ആ ഒരു പെക്യുലാരിറ്റി കേട്ടിട്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നത്. അപ്പം നല്ല യൂസ്ഫുൾ ആയിരുന്നു ഇവിടുത്തെ പഠനം. 9ാം ക്ലാസ്സിൻ്റെ 10ാം ക്ലാസ്സിലേക്ക് ജയിച്ച ഉടനെ തന്നെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ 9ൽ നിന്ന് 10ലേക്ക് വരുന്ന നിങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരും അവരോട് എന്താ പറയാനുള്ളത്? ഇവിടെ എന്തായാലും വരെ അത്രയ്ക്ക് സപ്പോർട്ട് അവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെയുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് ഇത്ര നല്ലപോലെ എക്സാം ചെയ്ത് കഴിഞ്ഞത്. ഞാൻ തീരെ പ്രതീക്ഷിക്കില്ല. സിമ്പിൾ എക്സാം, നൈറ്റ് ക്ലാസ് അടിപൊളി ചെയ്യുന്നു, അല്ല ക്ലാസ് അടിപൊളി ചെയ്യുന്നു. ഇവിടുത്തെ ടീച്ചേഴ്സിനോടാണ് ഏറ്റവും വലിയ താങ്ക്സ് പറയുകയാണെങ്കിൽ ഫുൾ A+ ഇട്ടാണെങ്കിലും അവർ ആരോടും അല്ല. കൊടിയത്തൂരിലെ PTM ഹൈസ്കൂളിലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ 13ഓളം ഇരട്ടക്കുട്ടികൾ SSLC പരീക്ഷ എഴുതിയത്. മെയ് 2ാം വാരം ഫലപ്രഖ്യാപനം നടത്തുന്ന SSLC പരീക്ഷ ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആഹ്ലാദത്തിലാണ് PTM ഹൈസ്കൂളിലെ കുട്ടികളെല്ലാവരും. മാർച്ച് 4-നാണ് പരീക്ഷ ആരംഭിച്ചിരുന്നത്. 2971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,27,105 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. മൂല്യനിർണ്ണയം ഏപ്രിൽ 3-നാണ് ആരംഭിക്കുന്നത്. 70 മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി 10,000-ഓളം അധ്യാപകർ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കും. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് PTMHSലെ ഹെഡ് മാസ്റ്റർ സുധീർ സാറാണ്. സാറോട് ചോദിക്കാനുള്ള 1-2 കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ SSLC പരീക്ഷയ്ക്ക് ഇരിക്കുന്നത് ഈ സ്ഥാപനം തോന്നുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളല്ല, ഏതാണ് മുന്നിൽ നിൽക്കുന്ന സ്കൂളുകൾ. എത്ര കുട്ടികൾ എഴുതുന്നുണ്ട്? നമ്മൾ 877 കുട്ടികൾ ഈ വർഷം എഴുതുന്നുണ്ട്. 877 കുട്ടികൾ. കഴിഞ്ഞ വർഷം എത്ര എഴുതിയിരുന്നത്? കഴിഞ്ഞ വർഷം 744 കുട്ടികളുണ്ടായിരുന്നു. അതിൽ വിജയ ശതമാനം? അതിൽ 3 കുട്ടികൾ നമുക്ക് നമ്മുടെ ഫുൾ മാർക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല. ബാക്കി എല്ലാ കുട്ടികൾക്കും നല്ല വിജയം ഉണ്ടായിട്ടുണ്ട്. ഈ വർഷത്തെ വിജയം എങ്ങനെ പ്രതീക്ഷിക്കുന്നത്? 178ഓളം കുട്ടികൾക്ക് നമുക്ക് ഫുൾ A+ വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ മുഴുവൻ കുട്ടികളും വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നമ്മളുള്ളത്. അതായത് PTMൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ ഒരു വർഷമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരമാവധി പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഇവിടെ കുട്ടികൾ സാധാരണ നിങ്ങൾ എന്തൊക്കെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നത്? അത് പിന്നീട് ഏപ്രിൽ മാസം തൊട്ട് തന്നെ നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാറുണ്ടല്ലോ. അതെ. ഞങ്ങൾ ആദ്യം ഏറ്റവും അധികം ഞങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നത് വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തിയിട്ട് അവർക്ക് ഏതാണ്ട് ഏപ്രിൽ മാസം തന്നെ അവർ രക്ഷിതാക്കൾക്ക് പ്രത്യേക തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സും ഒക്കെ കൊടുത്തിട്ട് അവരെ അതിന് സജ്ജീകരിക്കലാണ്. അവർ മാനസികമായിട്ട് അവരെ പ്രിപ്പയർ ചെയ്ത് ഏതാണ്ട് ജൂൺ മാസം മുതൽ തന്നെ ഈ കുട്ടികൾക്ക് രാവിലെ ഒരു 8:30 മുതൽ ഒരു സ്പെഷ്യലായിട്ടുള്ള കോച്ചിങ്, ഒരു കാക്കൊല്ല പരീക്ഷ വരെ തുടർച്ചയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രധാന മുഖ്യധാരയിലേക്ക് തന്നെ ആ കുട്ടികൾ എത്തിപ്പെടാൻ അതുകൊണ്ട് സാധിക്കുന്നുണ്ട്. അത് ഏപ്രിൽ മാസം തന്നെ തുടങ്ങും. ഏപ്രിൽ മാസം തന്നെ തുടങ്ങും. നമ്മൾ A+ കിട്ടുന്ന കുട്ടികളും അതേപോലെ ഓരോ കുട്ടികളും ഏത് മേഖലയിലാണ്, ഏത് സബ്ജക്റ്റിലാണ് കൂടുതൽ അവർ താല്പര്യമുള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ SSLC പരീക്ഷയ്ക്ക് ശേഷം അവർ ഏത് ഗ്രൂപ്പ് എടുത്ത് പഠിക്കണമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയും
ഒരു നിർദ്ദേശം നിങ്ങൾ കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും അത് കൊടുക്കാറുണ്ട്. അത് മിക്കവാറും ക്ലാസ് അധ്യാപകർ ആ തരത്തിൽ അവരെ രൂപപ്പെടുത്തുന്നതിൽ വലിയ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, അവർക്ക് ചില വിഷയങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. ആ വിഷയങ്ങളിൽ അവർക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു കോച്ചിങ് കൊടുക്കുന്നു. അതേപോലെ അവർക്ക് എളുപ്പമുള്ള മേഖലകളിലേക്ക് അവരുടെ മേഖല അതാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു സാഹചര്യം കൂടി നമ്മുടെ സ്കൂളിൽ ഒരുങ്ങുന്നുണ്ട്. സോഷ്യൽ സ്റ്റഡീസ് എക്സാമോട് കൂടി ഇന്ന് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടികളൊക്കെ വളരെ ആവേശമാണ്, വളരെ ഈസി ആയിരുന്നു എന്നാണ് കുട്ടികൾ ചോദിച്ചും പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളത് ഈ കുട്ടികളുടെ വിജയം എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലുള്ള നിങ്ങളുടെ കാത്തിരിപ്പാണ്. അതോടൊപ്പം അടുത്ത വർഷത്തേക്കുള്ള കുട്ടികളെ ഇനി ഈ വർഷം ഉള്ളതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള ക്രമീകരണങ്ങൾ വരുത്താനുള്ള പ്ലാൻ ഉണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ തെറ്റുകൾ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം 9ാം ക്ലാസ്സിൽ നിന്ന് 10ലേക്ക് വരുന്ന കുട്ടികളുടെ കുട്ടികളോട് എന്താ പറയാനുള്ളത്? അതായത് അവർക്ക് ഇതിനേക്കാളും മെച്ചപ്പെട്ട നമുക്ക് ഒരു പഠനം അവർക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓരോ വർഷം കഴിയും തോറും നമുക്ക് നമ്മുടെ തെറ്റുകൾ തിരുത്താനും കൂടുതൽ മെച്ചപ്പെട്ട വിഭവങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനും നമുക്ക് കഴിയുന്നു എന്നുള്ളത് തീർച്ചയായും. ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ ഇവരെ നിങ്ങൾ ചേർത്ത് പിടിക്കും, ഈ 9 ഇപ്പോൾ 10ലേക്ക് വന്ന രക്ഷിതാക്കളെയും കുട്ടികളെയും ഒരു മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കൊടുത്ത് അതിന് സജ്ജരാക്കിയിട്ട് നമുക്ക് ഏതാണ്ട് ജൂൺ മാസം മുതലേ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സർക്കാരിൻ്റെ അംഗീകാരമുള്ളൂ. അതുകൊണ്ട് ജൂൺ മാസം മുതലായിരിക്കും നമ്മൾ ക്ലാസ്സൊക്കെ തുടങ്ങുക. SSLC പരീക്ഷ തുടങ്ങിയ സമയത്ത് വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നായിരുന്നു PTMHS കൊടിയത്തൂർ. അത് മറ്റൊന്നും കൊണ്ടുമല്ല, 13 ഇരട്ടക്കുട്ടികളെ. ഞാൻ ഈ കുട്ടികളെ കണ്ട് അവരോട് ചോദിച്ച സമയത്ത് ഇവിടെ 8ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഈ കുട്ടികൾക്കൊന്നും പരസ്പരം അറിയില്ലായിരുന്നു ഞങ്ങൾ ഇരട്ടക്കുട്ടികളാണ് എന്നുള്ളത്. മാത്രമല്ല SSLC പരീക്ഷയുടെ ഏകദേശം തൊട്ട് 2-3 ആഴ്ച മുമ്പാണ് ഇങ്ങനെ ഇത്രയും 13 കുട്ടികൾ ഞങ്ങളിവിടെ ഇരട്ടക്കുട്ടികളാണ് എന്ന് അവർക്ക് തന്നെ മനസ്സിലായത്. അതെങ്ങനെയാണ് കണ്ടെത്തിയത്? ആ ഒരു പ്രോസസ്സ് എന്തായിരുന്നു? അത് സ്വാഭാവികമായി നമ്മളെ ക്ലാസ് ടീച്ചേഴ്സ് എൻ്റെ ക്ലാസ്സിൽ ഇത്രയും ഇരട്ടക്കുട്ടികളുണ്ട് എന്നുള്ള റിപ്പോർട്ട് തരുമ്പോൾ വ്യത്യസ്ത ക്ലാസ്സുകളിൽ നിന്ന് സ്വാഭാവികമായിട്ട് 13 ഇരട്ടകളുണ്ട്. അപ്പോൾ ഇത് ഒരു പരിധിയിൽ കവിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അതിനോടൊരു കൗതുകവും ഒരു താല്പര്യവും തോന്നും. കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരട്ടകളുടെ ഒരു സാന്നിധ്യം കുറച്ച് കൂടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇരട്ടക്കുട്ടികളുടെ സാന്നിധ്യം ടീച്ചേഴ്സ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ? ഇല്ല, അത് സ്വാഭാവികമായിട്ട് 2 കുട്ടികൾ ഒരു വീട്ടിൽ നിന്ന് വരിക, ഒരേ മുഖച്ഛായുള്ള 2 കുട്ടികൾ, അപ്പം സ്വാഭാവികമായിട്ട് നമുക്കൊരു കൗതുകം അതിനോട് തോന്നുമല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു കണ്ടെത്തലാണ് അതിന് പുറകിലുള്ളത്. ഇത് മാത്രവുമല്ല, ഇതിൽ കണ്ടെത്തുന്നത് ഏറ്റവും അധികം നമ്മൾ കണ്ടെത്താൻ സഹായിക്കുന്നത് നമ്മുടെ ഹൗസ് വിസിറ്റുകളാണ്. കാക്കൊല്ല പരീക്ഷയോട് അടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോ കുട്ടികളുടെ വീട്ടുകളും ഇതുപോലെ നമ്മൾ പോയി സന്ദർശിച്ചിട്ട് അവിടുത്തെ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടറിയാറുണ്ട്. അപ്പോൾ അതിൽ കൂടി തന്നെ നമുക്ക് ഒരു വീട്ടിൽ നിന്ന് 2 കുട്ടികൾ വരുന്ന ഒരു സാഹചര്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഹോം വിസിറ്റിൽ നിങ്ങൾക്ക് മറക്കാനാവാത്ത വല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കടമകളെക്കുറിച്ച് ഞങ്ങൾ ഏറ്റവും അധികം ബോധവൽക്കരിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഹൗസ് വിസിറ്റുകളാണ്. അത്രയും താഴേക്കിടയിലുള്ള കുട്ടികളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂളുകളിലേക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കടമകൾ, അതേപോലെ നമ്മൾ വാങ്ങുന്ന ശമ്പളത്തിന് അനുസൃതമായിട്ടുള്ള ജോലി നാം ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നുള്ള നല്ലൊരു ബോധ്യം നമ്മളിൽ ഉണ്ടാക്കാനത് വലിയ സഹായകരമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രവുമല്ല, വളരെ പിന്നോക്കമായിട്ടുള്ള കുട്ടികൾ, ഒരു വീട് പോലും ഇല്ലാത്ത, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കുട്ടികളുടെയൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ ആ വിഷയങ്ങളിൽ വേണ്ട രൂപത്തിൽ സമൂഹത്തെയും കൂടി ഇടപെടിച്ചുകൊണ്ട് അവർക്ക് സഹായകരമായി പ്രവർത്തിക്കാൻ അത് വലിയ ഗുണകരമായി മാറുന്നുണ്ട്. സാമ്പത്തിക പരാധീനതയ്ക്ക് അപ്പുറം ചില വീടുകളിൽ നമ്മൾ കാണാൻ സാധിക്കും അവിടെ വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്തിരുന്നോ? തീർച്ചയായിട്ടും. യഥാർത്ഥത്തിൽ കുട്ടികൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ രക്ഷിതാക്കൾ ഞങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ചിലപ്പോൾ നൈറ്റ് ക്യാമ്പുകളൊക്കെ 8:30 വരെ നൈറ്റ് ക്യാമ്പുകൾ തുടരാറുണ്ട്. ചില കുട്ടികളൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഞങ്ങളെന്ന രാത്രി ഇവിടെ ഇരുത്തി പഠിപ്പിച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യം കുട്ടികൾ ചോദിക്കുമ്പോൾ അതിന് പുറകിലുള്ള ഒരു കാരണം കണ്ടെത്താൻ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിൽ വളരെ പരിതാപകരമായൊരവസ്ഥയാണ് ചില കുടുംബങ്ങളിലും ഉള്ളത് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും അതിന് പക്വതയാർന്ന അധ്യാപകരുണ്ട്. അവർ ആ രൂപം വേണ്ട രൂപത്തിൽ അത് കൈകാര്യം ചെയ്യുകയും ഒരു പരിധിവരെ കുറേ കുട്ടികളുടെ പ്രശ്നമെങ്കിലും പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. രക്ഷിതാക്കളെ അത് ബോധ്യപ്പെടുത്തിയിട്ട് എല്ലാ രക്ഷിതാക്കൾക്കും അവർ മക്കൾ നന്നാവണമെന്ന് മാത്രമല്ലേ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ അവർ പരസ്പരം ശണ്ട കൂടുമ്പോഴും അതേപോലെ മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴും കുട്ടികൾ അനുഭവിക്കുന്ന വിഷമങ്ങളും അവർ സമൂഹത്തിൽ നിന്നും പുറകോട്ട് പോകുമ്പോഴുള്ള അവസ്ഥയും യഥാർത്ഥത്തിൽ അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ അവർ സ്വമേധയാ
അതിന് സന്നദ്ധരാവാറ്. ഓക്കെ, അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളതാണ്. ഹെഡ് മാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ചോദിക്കുകയാണ്, സ്കൂളിൻ്റെ അധിപൻ. സാധാരണ നമ്മൾ 10ാം ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും പിന്നെ പുറത്ത് പ്രൈവറ്റ് ട്യൂഷന് പോകാറുണ്ട്. സാറിന് ഈ സ്ഥാപനത്തിൻ്റെ മേധാവി എന്നുള്ളവർക്ക് പറയാൻ പറ്റുമോ, അടുത്ത വർഷത്തെ SSLC കുട്ടികളെങ്കിലും ഒരു പ്രൈവറ്റ് ട്യൂഷനും പോവേണ്ടതില്ല, ഞങ്ങളുടെ മാത്രം നിർദ്ദേശം കേട്ടുകൊണ്ട് ഞങ്ങളുടെ പഠന രീതികൾ മാത്രം അവലംബിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ വാങ്ങാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇത് യഥാർത്ഥത്തിലെ കുട്ടികൾ സ്വയം തിരിച്ചറിയേണ്ടവരാണ്. പല തരത്തിലുള്ള കുട്ടികളുണ്ട്. ഇത് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാവുന്ന ധാരാളം കുട്ടികളുണ്ട്. അത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമവുമില്ല, 100% A+കൾ, അതായത് മുഴുവൻ വിഷയത്തിനും A+കൾ വാങ്ങാൻ ഇത്തരം ക്ലാസ്സുകൾ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മറ്റ് ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തിപരമായ ശ്രദ്ധകൾ കൂടുതൽ വേണ്ടി വരുന്ന കുട്ടികൾക്ക് ഇത് അവർ തിരഞ്ഞെടുക്കുന്നതിൽ വലിയ തെറ്റും ഒന്നും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. Kadodi Gold and Diamonds, Mavur, Puvattuparambur. Invest your sleep on right mattress. For Rich Mattress for healthy sleep.